ലാല ഐ ആം ബിഗ് ഫാൻ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജാണ് വരുന്നത് ഫസ്റ്റ്. ലാല ആൻറ്റിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, അതൊന്ന് എടുത്തിട്ട് റിപ്ലൈ കൊടുക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം. അതിൽ പിന്നെ എന്നോട് പറഞ്ഞു എടാ നമ്പർ നോക്കടാന്ന്. അതിൽ ഞാൻ നോക്കുമ്പോൾ ഒരു പരിചയമുള്ള നമ്പർ പോലെ അയാൾ വണ്ടിൻ്റെ നമ്പറിൻ്റെയൊക്കെ ഒരു സാധനം. അതിൽ ഞാൻ ചോദിച്ചു മമ്മൂക്കയാണെന്ന് ചോദിച്ചു. ആടാ കളങ്കാവിൻ്റെ ഡബിങ്ങിലാണ്, ഈ എവിടെ നിൽക്കണ് അവിടെ തന്നെ നിൽക്കുക, എവിടേക്കും പോലെ 5 മിനിറ്റ് കൊണ്ട് എനിക്ക് തിരിച്ചു വിളിക്കുന്നതാണ്. അവിടെ നിന്ന് ഞാൻ കുറേ സംസാരിച്ചു. ഞാൻ പേരൻപ് എന്നുള്ള സിനിമ ചെയ്ത പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്കതിലൊരു ഭാര്യ ഇല്ല, എനിക്ക് ജീവിതത്തിലൊരു ഭാര്യ ഉണ്ട്, അപ്പോൾ തളരരുത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നോട് എൻ്റെ തല്ലുള്ളിനോടും വിവരം പറയുള്ളൂ. അപ്പൊ ആ തല്ലുള്ളിനോട് വിവരം പറയുന്നിട്ട് പറഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഞാൻ ആ ഇന്റർവ്യൂ കാണുമ്പോഴാണ് ലാല ഇത്രയും വലിയൊരു ഭാരം ചുമത്തിട്ടാണ് ഞങ്ങളെയൊക്കെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് മനസ്സിലായത്. അതിന് നിങ്ങളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ചേ പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി സൂപ്പർ ഹ്യൂമൻ. ഞാനിപ്പോ പണ്ടൊരു പെയിന്റിംഗ് പണിക്കാരനായിരുന്നു. മൂപ്പര് സെന്ററിങ് ആയിരുന്നു. അപ്പോ മൂപ്പര് ഈ യൂട്യൂബിലെത്തിയ ശേഷമാണ് ഇന്നെ വിളിച്ചത്. അപ്പൊ മെല്ലെ മെല്ലെ എന്തായി ജോലി ഒന്ന് ഇങ്ങനെ മാറ്റി പിടിക്കാൻ തുടങ്ങിയത്. ഒറ്റയടിക്ക് ഞമ്മക്ക് വാശി പിടിച്ചിട്ട് മമ്മൂക്കാനൊപ്പം തന്നെ കിട്ടിയാലേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുക ആള്. ഞങ്ങൾക്ക് റീല് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ കയ്യിൽ പൈസ വന്നത്, കാറ് വന്നത്, വീട് വന്നത്, എല്ലാ സൗകര്യങ്ങളും വന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മളെ പൈസ കൊടുത്ത് വാങ്ങി കഴിക്കാൻ നമ്മളെ കയ്യിലൊരു അവസരം വന്നു. ആഗ്രഹിച്ചത് ആ സാധനം നമുക്ക് സ്പോട്ടിൽ വാങ്ങി കഴിക്കാൻ നമുക്ക് തോന്നിയില്ല. അപ്പോഴാണ് നമ്മൾ പണക്കാരായി നമുക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മൾ വിചാരിച്ച നേരത്തൊന്നും പണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, ഒരിക്കലും ഇല്ല. കാരണം ആ ഫുഡിന് പൈസ ചെലവാക്കി കഴിഞ്ഞാൽ ഇപ്പുറത്ത് പിന്നെ ചെലവാക്കാൻ വേറെ പൈസ ഇല്ല. ലാല മലപ്പുറവും ഷിക്കുവുമാണ് ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം. അങ്ങനെ എപ്പോഴെങ്കിലും ആളുകൾ ചോദിച്ചിരുന്നു എപ്പോഴാണ് നിങ്ങളുടെ സിനിമ എൻട്രി, ഇതിപ്പോ നിങ്ങൾ ആരുടെ കൂടെയാണ് അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ ആളുകളുടെ ചോദ്യം ഉണ്ടായിരുന്നു? ഒരുപാടുണ്ടായിരുന്നു. കാരണം ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ ഒപ്പമുള്ളവരൊക്കെ സിനിമയിലെത്തില്ല, നിങ്ങൾക്ക് ഇതുവരെ ചാൻസ് കിട്ടിയില്ല എന്നൊക്കെ. ഞങ്ങൾ ഓൾറെഡി ഇപ്പം 3 പടം ചെയ്തു. 3ാമത്തെ പടമാണ് ബോളാഗോളം. ഇപ്പൊ ഈ ബാക്കിയുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചു എന്നൊക്കെ പറയുമല്ലോ, അവിടെ പോകുമ്പോ അവിടത്തെ ആളുകൾ തന്നെ, ഇപ്പൊ സെറ്റിലെ ആളുകൾ തന്നെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവും, നിങ്ങളുടെ ഫാൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ള നടന്മാരെ വെച്ചിട്ട് ഒരു അധിക പരിഗണന കിട്ടുക, അല്ലെങ്കിൽ അവിടെ ഒന്ന് സെറ്റ് ആവാൻ സമയം എടുക്കാൻ അവസ്ഥയുണ്ട്. അത് രണ്ടാൾക്കും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പക്കായിട്ട് പറയാൻ പറ്റൂലെങ്കിലും ഒരു ചെറിയൊരു രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാ മേഖല വേറെ ആണല്ലോ, റീല് വേറെ ആണല്ലോ എന്ന് കാണുന്ന ആർട്ടിസ്റ്റുകൾ നമ്മളെ ഒരു എന്താണത് ആരാണത് അങ്ങനത്തെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും മാറ്റി നിർത്തലല്ല കേട്ടോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾ അറിയില്ല. ഇപ്പൊ മെയിൻ നടന്മാര് നമ്മളിപ്പോ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഒരിക്കലും നമ്മളറിയില്ല. അത് ഓരോ കുറ്റല്ല സത്യം പറഞ്ഞാൽ. ഇവര് അവരെ മുന്നിൽ കൂടെ നമ്മൾ നടക്കുമ്പോഴോ കാര്യങ്ങളോ ഇവർക്ക് നമ്മളറിയില്ല. പക്ഷെ ഇവര് നമ്മളെ കുറെ ആൾക്കാർ വന്നിട്ട് നമ്മളെ ഓരോ ഇടയിൽ നിന്ന് ഫോട്ടോ എടുത്തപ്പോ ഇയാളാരാ, അവിടെ നിന്നാണ് നമ്മളെ വീഡിയോസ് ഒരു കാണാൻ തുടങ്ങി. അങ്ങനെ കണ്ട ഒരാളാണ് അജു വർഗീസ്. അല്ല അജുവേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അന്നെ അപ്പോഴാട്ടെ ശ്രദ്ധിച്ചത്, ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നുണ്ട്, അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കിട്ടിയൊരു പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരാരും നമ്മളെ വീഡിയോ കാണില്ല സത്യം പറഞ്ഞാല്. ചില ആൾക്കാർ കാണാനുണ്ടാവാം, പക്ഷെ മമ്മൂക്ക കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത്. തീർച്ചയായിട്ടും അത് എടുത്ത് പറയേണ്ട ഒരു മൊമെന്റ് ആണ് ലാല. കാരണം ലാലയെ ഈ ചിരിപ്പിക്കുന്ന ലാലയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും ബുദ്ധിപരമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്യുന്ന ലാലയൊക്കെ ഞാനും കണ്ടിട്ടുള്ളൂ. ഞാൻ ആ ഇന്റർവ്യൂ കാണുമ്പോഴാണ് ലാല ഇത്രയും വലിയൊരു ഭാരം ചുമത്തിട്ടാണ് ഞങ്ങളെയൊക്കെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നതെന്ന് മനസ്സിലായത്. അതിന് നിങ്ങളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ചേ പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി സൂപ്പർ ഹ്യൂമൻ. പക്ഷെ അത് കണ്ടിട്ട് മമ്മൂക്കയ്ക്ക് വിളിക്കാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നല്ല ദിവസം ഉണ്ടാവും, അല്ലെ മകൾ ഉപ്പ എനിക്ക് ഈ കാര്യം ആവശ്യമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും പറഞ്ഞല്ലോ. അതെ, ഒരു വലിയ മൊമെന്റ് ആണ്. ആ മൊമെന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് ഞാൻ കോട്ടക്കലൊരു ഞാനും ഇവരും ഉണ്ടായിരുന്നു അന്ന്. കോട്ടക്കലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ദന്ത് ഹോസ്പിറ്റലിൽ അല്ലേ ഒരു ആഡ് ചെയ്തിട്ടാണ് നിൽക്കുന്ന നേരത്ത് എൻ്റെ ഫോണിക്ക് ഒരു മെസ്സേജ് വരികയാണ്, ലാല ഐ ആം ബിഗ് ഫാൻ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജാണ് വരുന്നത് ഫസ്റ്റ്. അപ്പോൾ ഞാൻ അതിമക്ക് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഒരാൾ എനിക്ക് കോൾ ചെയ്തു, ലാല ആൻറ്റിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, അതൊന്ന് എടുത്തിട്ട് റിപ്ലൈ കൊടുക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം, അങ്ങനെ കുറെ വരുന്നു വിചാരം പരസ്യക്കാരെ ഇങ്ങനെ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, അങ്ങനെ വരുന്നത്. അപ്പൊ അതിനെന്തിനാ ഞാൻ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം, ഞാൻ ഒഴിവാക്കിക്കളാന്ന് പറഞ്ഞു.
അതിൽ പിന്നെ എന്നോട് പറഞ്ഞു എടാ നമ്പർ നോക്കടാന്ന് പറഞ്ഞു. അതിൽ ഞാൻ നോക്കുമ്പോൾ ഒരു പരിചയമുള്ള നമ്പർ പോലെ അയാൾ വണ്ടിന്റെ നമ്പറിന്റെ ഒക്കെ ഒരു സാധനം. അതിൽ ഞാൻ ചോദിച്ചു മമ്മൂക്കാണ് 369 മമ്മൂക്കാണെന്ന് ചോദിച്ചു. മമ്മൂക്കാണെന്ന് ചോദിച്ചപ്പോൾ ആടാ കളങ്കാവിന്റെ ഡബിങ്ങിലാണ്, ഈ എവിടെ നിൽക്കണ്, അവിടെ തന്നെ നിൽക്കുക, എവിടേക്കും പോകല്ലേ, 5 മിനിറ്റ് കൊണ്ട് എനിക്ക് തിരിച്ചു വിളിക്കുന്നതാണ്. അവിടെ നിന്ന് ഞാൻ സ്റ്റക്കായി. ഇവ അപ്പൊ പോയിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഓനും സംസാരിക്കായിരുന്നു. കുറെ സംസാരിച്ചു. ഞാൻ പേരൻപ് എന്നുള്ള സിനിമ ചെയ്ത പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ. എനിക്കതിലൊരു ഭാര്യ ഇല്ല, എനിക്ക് ജീവിതത്തിലൊരു ഭാര്യ ഉണ്ട്, അപ്പോൾ തളരരുത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് മൂപ്പര് മഞ്ചേരിയായിരുന്നു വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് വെക്കണീനെ മുന്നായിട്ട് എന്നോട് എൻ്റെ തല്ലുള്ളിനോട് വിവരം പറയണോട്ട് പറഞ്ഞു. അപ്പൊ ആ തല്ലുള്ളിനോട് വിവരം പറയണോട്ട് പറഞ്ഞാൽ നമ്മളെ എല്ലാ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. പിന്നെ മൂപ്പര് പറഞ്ഞോട്ടോ, പച്ചക്ക് പറഞ്ഞു ഇങ്ങനെ എല്ലാ വീഡിയോസും കാണലുണ്ട്, പക്ക മലപ്പുറം സ്ലാങ്ങിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. വലിയ അച്ചീവ്മെന്റ്. അങ്ങനത്തെ നമ്മുടെ ഓഡിയൻസ് ആരാണെന്ന് നമുക്ക് മമ്മൂക്കയുടെ സ്നേഹം കിട്ടുന്നു. നേരെ മറിച്ച് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു ചായക്കടയിൽ പോയാൽ അവിടെയും ചിലപ്പോ ആ ചായ അടിക്കാൻ നിൽക്കുന്ന ചേട്ടനായാലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു അമ്മയായാലും 2 കുട്ടികളായാലും ഒക്കെ നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ടല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ സമ്പന്നനാവുക എന്ന് പറയുന്ന അവസ്ഥ, ഈ സ്നേഹം കൊണ്ട് കിട്ടിയ നേട്ടം ഉണ്ടല്ലോ, അത് ആ നേട്ടങ്ങളെ പറ്റി പൈസ കൊടുത്താൽ കിട്ടാത്തൊരു മുതലാണ് ഒരാളിപ്പോ ഞാൻ പറഞ്ഞ ഒരു എത്ര വലിയ കോടീശ്വരനായാലും ചിലപ്പോൾ അയാൾ ആ ഒരു ഫോട്ടോ കാര്യങ്ങളൊന്നും എടുക്കൂല. ഇതിലുള്ള ഭാഗ്യം ഇതാണ്, നമ്മൾ ഫെയിം ആകുക, ആൾക്കാർ നമ്മളെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടോ ഇല്ലേ, അതൊരു ചില്ലറ കാര്യമല്ലല്ലോ. ഒരു നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ടോപ്പ് പൊസിഷനാണ് അത്. ഒരാൾ തിരിച്ചറിയാന്നുള്ളത്. അത് കുറെ പൈസ ഉണ്ടായിക്കാണ് തിരിച്ചറിഞ്ഞോളന്നില്ല. ചിലപ്പോൾ ഒരു കുറെ പൈസ ഉള്ള ഒരാള് എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു അത്യാവശ്യം ഒരു പൈസക്കാരൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ആ കാറിലെ ഇരുത്തിന്ന്. അപ്പൊ ഒരു വണ്ടി വന്ന് നിർത്തിയിട്ട് എൻ്റെ നാട്ടിൽ നിന്ന് എന്നെ സെൽഫിക്ക് വിളിച്ചു. ആ സെൽഫി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കാറ് കയറിയപ്പോൾ മൂപ്പരിനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് 8 മൂടാളെ പണം എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഇന്ന ഒരു ഫോട്ടോ എടുക്കലില്ല, ഇതെനിക്ക് വെറുതെ കിട്ടിയ മുതലല്ല കേട്ടോ. അന്ന് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മിസ് ചെയ്യരുത്, മിസ് ചെയ്യരുതായിരുന്നു, ഒരിക്കലും മിസ് ചെയ്യരുത്, ചിരിച്ചു നിന്നോർത്തുകൊണ്ട് ആർക്കും നന്നു. അയാൾ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, സത്യം. അങ്ങനെ സംഭവം നടന്നത്. ഷിക്കുന്റെ ആഗ്രഹം തന്നെ സിനിമയായിരുന്നല്ലോ. ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എല്ലാ വീഡിയോ ഫോർമാറ്റുകളിലും എല്ലാ വീഡിയോ ആപ്പുകളിലും വീഡിയോ ചെയ്തിട്ടുണ്ട്. കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 5 വർഷത്തിനൊക്കെ മേലെയുള്ള ഒരു അധ്വാനം കൂടി വേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഇത്ര സമയം എടുത്തു എന്ന് തോന്നാറുണ്ടോ? കാരണം ഇപ്പൊ ഒരു റീലൊക്കെ ഹിറ്റ് ആയതിന്റെ പുറത്ത് ആളുകൾ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, പ്രധാന താരങ്ങളായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സമയം എടുക്കേണ്ടി വന്നോ, കുറെ ടൈം കൺസ്യൂം ചെയ്തോ, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ സിനിമയ്ക്ക് എത്താൻ ഒരുപാട് സമയം എടുത്തു. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ റീലിലൂടെയാണ് ഇന്ന പ്രേക്ഷകർ കാണാൻ തുടങ്ങിയത്. ഈ റീലിന്റെ മുന്നേ കാണാൻ തുടങ്ങിയ മൂപ്പരാണ്. ആ ടൈമിലൊക്കെ യൂട്യൂബായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോ ഇന്ന കണ്ടോട് കൂടിയിട്ടാണ് ഈ വായോ ഒരു പ്രൊമോഷൻ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്ത സാധനം തന്നെ ഒരു 2 മില്യൺ വ്യൂസ് കയറി ഫസ്റ്റ് ടൈം തന്നെ. അപ്പൊ 2 കോംബോ അവിടെ സക്സസ് ആയി. പിന്നെ അതിന് ശേഷമാണ്, ഇതിന് മുന്നേ ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അതിലൊക്കെ കടന്നിങ്ങനെ മരിച്ചു നോക്കിയിട്ടുണ്ട്. എങ്ങനെയാലും ഒന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കുറെ ഓഡിഷൻസ് കാര്യങ്ങളും ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോ തലെഴുത്ത് ശരിയായത് മൂപ്പരിന് ആ ഒരു കൂടെ കൂട്ടിയോട് കൂടിയിട്ടാണ് എന്റെ തലവര മാറിയത്. അതിന് ശേഷമാണ് സിനിമ എന്നുള്ള ഒരു ലോകത്തേക്ക് എനിക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയത്. ഒരാളെ കൈ തരാതെ ഒരാൾക്കും അങ്ങോട്ട് എണീക്കാൻ പറ്റൂലല്ലോ ഇപ്പോഴത്തെ കാലത്ത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ മൂപ്പര് എനിക്ക് കൈ തന്നോണ്ട് കൂടിയിട്ട് ഇന്ന് ജനങ്ങളൊട്ടാകെ ഞങ്ങളെ 2 കോയ കുഞ്ഞാപ്പു എന്നുള്ളൊരു പേരിൽ ഏറ്റെടുത്തു. അതിന് ശേഷമാണ് എനിക്ക് ഓപ്പൺ ചുറ്റി പെട്ടെന്ന് വന്നു തുടങ്ങിയത് സിനിമയിലൊക്കെ. അതിന് ആദ്യം തന്നെ ലാലനോടൊരു നന്ദിയും പ്രേക്ഷകരോട് നന്ദിയും ആ ദൈവത്തിനോടൊരു നന്ദിയും ഞാൻ പറയാം തുടക്കം തന്നെ. അതെന്താന്നോ, അത് നമ്മളെ ജീവിത അനുഭവങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. സത്യം, അത് സിനിമയിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ആഗ്രഹമുള്ള 2 വ്യക്തികളാണ് ഞങ്ങൾ ഉണ്ടുള്ളൂ. അപ്പൊ തമിഴിനോടൊക്കെ ഭയങ്കര ഇഷ്ടക്കി. കാരണം തമിഴ് സംസാരിക്കാനും അറിയും, എഴുതാനൊക്കെ അറിയും. സിനിമയിലെത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. മിമിക്രി പഠിച്ചിട്ടുണ്ട്, ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് വീട്ടിൽ നിന്ന് സെറ്റാക്കിയ കുറേ സംഭവങ്ങളുണ്ട്. ഇതിനു മുന്നേ കോമഡി ഉത്സവത്തിലായിരുന്നു ആദ്യം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു.
ഒരു 3-4 എപ്പിസോഡ് അതിൽ കുതിരവട്ടം പപ്പുചേട്ടൻ്റെ സ്പോട്ടപ്പൊക്കെ ചെയ്തിട്ട് അങ്ങനെ വന്നിട്ടാണ് അഭിനയത്തിലേക്ക് മൂപ്പരെന്നെ വിളിച്ചത്. അങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റി. ഒക്കെ വലിയൊരു സന്തോഷമായ ഒരു കാര്യമാണ്. അല്ലാതെ ഇപ്പം നിങ്ങളുടെ ഒരു കുഞ്ഞാപ്പ് കോയ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യത്തിലേക്കും ആ പ്രൊഡക്റ്റിനെ കൊണ്ടിട്ട് വെക്കുന്നൊരു ബുദ്ധി ഉണ്ടല്ലോ. അത് നിങ്ങൾ കോഡിങ്ങിനും ഇവർ ഉപയോഗിക്കും, സൂപ്പർ മാർക്കറ്റിലെ അരിക്കച്ചവടത്തിനും നിങ്ങൾ ഉപയോഗിക്കും. നിങ്ങൾക്ക് ഇപ്പൊ നാളെ ഒരു സ്പേസ് സെന്ററിൽ റോക്കറ്റിന്റെ വിടണം എന്തെങ്കിലും നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഈ കോയും ഇവരും വാലിഡ് ആണെന്നുള്ളത്. ഇതെങ്ങനെ പറ്റണ, എങ്ങനെ ചിന്തിക്കാൻ പറ്റണ? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊമോഷൻ ചെയ്യാൻ ഏറ്റവും ബെറ്റർ 2 സുഹൃത്തുക്കളല്ല, ഒരു ഫാമിലിയാണ്. പ്രൊമോഷൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബെറ്റർ ഒരു ഫാമിലിയുള്ള ആൾക്കാരാകുമ്പോൾ പെട്ടെന്നുണ്ട് ഈ നമ്മളെ കണ്ടന്റ് നമുക്ക് ചാടാൻ. ക്ലയന്റ് എന്താണ് ആവശ്യപ്പെടുന്നത് പോലെ ഹൈലൈറ്റ് ചെയ്യുന്ന സാധനത്തിൽ നമുക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ആയി തീർന്നാൽ മതി. അങ്ങനെയാണ് ഈ കൊമ്പങ്കാട് എന്നുള്ള തറവാട് ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? ഈ കൊമ്പങ്കാട് തറവാട്ടിലാവുമ്പോൾ ഉപ്പച്ചിക്ക് ഇപ്പൊ മോൻ എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് വാങ്ങി കൊടുക്കണമെങ്കിൽ എനിക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ പോകണം. ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരസ്യം ചെയ്യുകയാണെന്ന് നിൽക്കുക, അതാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവനെ +2 കഴിഞ്ഞ ഒരു കുട്ടി അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടി ഇവൻ ആ കോഴ്സിന് കൊണ്ടുപോയി ചേർക്കാം. അത് ചേർക്കേണ്ടത് ആരാ? ഒരു വാപ്പയാണ്. അല്ലാതെ ഒരു സുഹൃത്ത് കൊണ്ടുപോയിക്കാണ് ഒരിക്കലും കോഴ്സിന് ചേർക്കുമല്ലോ. അപ്പോൾ അതാണ് ഈ മറ്റേ കൊമ്പങ്കാടില് കോയാക്കും കുഞ്ഞാപ്പും ഇത്ര കണക്ട് ആവാൻ കാരണം ഞങ്ങൾ ചെയ്യുന്നത് ഫുള്ള് പ്രൊമോഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്നുണ്ട് ഈ ഇതിമക്ക് കയറാന്. ഇതിപ്പോ പുറത്തൊക്കെ ആളുകൾ ഇത് ഒരുപാട് പൈസയൊക്കെ വാങ്ങിച്ച് പഠിക്കുന്ന കോഴ്സാണ് ഇതൊക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗും കോണ്ടന്റ് മാർക്കറ്റിംഗും ഒക്കെ. ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് സ്വായത്താക്കിയിരിക്കുകയാണ്. അല്ല, ഞങ്ങൾ ഇത് എപ്പോഴെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക ആൾക്കാർക്ക് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, എല്ലാം ഞങ്ങൾ അങ്ങനെ ചെയ്യലില്ല. അത് പക്ക മനസ്സിലാക്കി അവിടെ അത് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരസ്യം നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഒരുപാട് നിങ്ങളുടെ ഇത് പക്ക ഒരു ഉഡായിപ്പോ ഒരു ഫ്രോഡ് പരിപാടി നിങ്ങൾ പിടിക്കുന്ന പരിപാടിയില്ല. ഇല്ല, അത് ഒഴിവാക്കും. അങ്ങനെ വരുന്നത് മൂപ്പര് ആദ്യം കണ്ട അത് അറിഞ്ഞ് ഓലായിട്ട് സംസാരിച്ചതിന് ശേഷം ഇത് ഈ സാധനത്തേക്ക് എത്തുള്ളൂ. അങ്ങനെ തിരിഞ്ഞ ആൾക്കാരുണ്ടോ? ഇവര് കള്ളനാണയങ്ങളാന്ന് മനസ്സിലാക്കിയ സമയങ്ങളുണ്ടോ? അങ്ങനെയല്ല, പക്ക നമുക്കറിയാലോ. പക്ക എന്തായാലും ഒരു പക്ക ഫ്രോഡ് എത്ര വലിയൊരു സ്ഥാപനം ഇട്ടുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് ചെറിയ പ്രൊഡക്റ്റുകളൊക്കെയാണ് ഉദ്ദേശിച്ച പറഞ്ഞത്. അതായത് ഈ സൈഡ് എഫക്റ്റ് വരുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാവും. നമുക്ക് ചെയ്യാൻ പേടിയാ. ഓല് ചെയ്യുന്നത് ചിലപ്പോൾ പക്ക ആവും, ഒറിജിനലാവും, നല്ലതാവാം. പക്ഷെ അത് ചിലപ്പോൾ മേത്ത് തേക്കേ അല്ലെങ്കിൽ മുടിയിൽ അപ്ലൈ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പൊ കോയും കുഞ്ഞാപ്പൊന്നും മാത്രം പോയില്ല, നാട്ടുകാർ മൊത്തം കേറിട്ട് മേയും. അപ്പൊ ആ പരിപാടിയിൽ ഞങ്ങൾ എന്തുണ്ട് നല്ല നോക്കിയിട്ട് മാത്രമേ ചേരുള്ളൂ എല്ലാ പ്രൊമോഷനും. ഇനിയിപ്പോ ഇതില് ഒരു സന്തോഷ വാർത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ +2 വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ചെയ്ത പരസ്യങ്ങളിൽ ബിരുദം നേടി. കാരണം ഇത്ര ഒരു പഠിപ്പിച്ച് ആരും പഠിച്ചിട്ടുണ്ടാവില്ല. ഓരോ ക്യാരക്ടറുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണേ. പക്ഷെ അവസാനം ഉണ്ടാവും കുഞ്ഞാപ്പന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യുന്നത്. മലബാർ ഏരിയയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാക്കിയില്ല. ഞാൻ നോക്കുമ്പോ ഇന്റീരിയർ ഡിസൈൻ, കോഡിങ്, എന്താണ് ഡിഗ്രി മറ്റേ സപ്ലൈ ഉള്ളത് എല്ലാം അല്ലേ? അതെ. ഞാനൊക്കെ അത് ഇപ്പഴാ അറിയണത് ഇങ്ങനെയൊക്കെ പറ്റുന്നല്ലേ, ഇങ്ങനത്തെ സാധ്യതകള് ഉണ്ട് എന്നുള്ളത് പഠിക്കുന്ന ടൈമിലൊന്നും ഇത് കിട്ടിയിട്ടില്ല. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ പരസ്യം ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതെന്ന് അറിയണത്. ഇപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോഴേ ഇപ്പം ഹാഷറൊക്കെ അഭിനയിക്കുമ്പോ അവരെന്ത് വെച്ചാൽ അവരുടെ മീറ്റർ മാറ്റിയിട്ടാ വാഴയിൽ അഭിനയിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? അതായത് അവര് റീൽസ് ചെയ്യുന്ന മീറ്ററേ അല്ല, അപ്പൊ കുറെ ഓവറായിട്ടോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഫ്രേസസ് ഒന്നും ഉപയോഗിക്കാതെ അവരുടെ സ്ഥിരമായിട്ടുള്ള ഒരു ഇപ്പൊ ഈ കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് പറയുന്ന ഡയലോഗ് അവർ പറഞ്ഞിട്ടേ ഇല്ല ബുദ്ധിപൂർവ്വം. അത് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവർ ഓൾറെഡി ഹിറ്റ് ചെയ്തൊരു സോണിൽ പിന്നെ അവരെ റീയൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സിനിമയുടെ മീറ്റർ അല്ലെങ്കിൽ സിനിമയിൽ നിങ്ങൾ കഥാപാത്രങ്ങളാണ്, കുഞ്ഞാപ്പ് കോയ അല്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേറെ തന്നെ പരിപാടിയാണോ ബോടാകോളത്തിൽ പിടിച്ചത്? ഒരിക്കലും നമ്മളെ റീൽസിലുള്ള സംഭവങ്ങൾ സിനിമയിൽ ചെയ്യാൻ അയക്കൂല, സമ്മതിക്കൂല. ഫസ്റ്റ് എന്താ പറയാമോ, ഞങ്ങൾ എന്തായാലും വിളിക്കണേ ഫസ്റ്റ് പറയാം കോയി കുഞ്ഞാപ്പതിൽ വേണ്ടെന്ന് അവിടെ ഇറക്കി വെച്ചേക്ക്. അത് അവിടെ വീട്ടിൽ വെച്ചാൽ മതി, ഇങ്ങോട്ട് വേണ്ട. പക്ഷെ ഞങ്ങളോട് പറയുമ്പോ ഞങ്ങളുടെ മനസ്സിൽ എന്താ അറിയോ, അങ്ങനത്തെ അല്ലാത്ത ഞങ്ങൾക്ക് അതാണ്ട്. കാരണം മറ്റേത് ഞങ്ങൾ ഓൾറെഡി ചെയ്ത് ഫലിപ്പിച്ച് കഴിഞ്ഞ സാധനം. ഞങ്ങൾക്ക് ചെയ്യാതെ വെറൈറ്റി നമ്മൾ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഓരോ സംഭവങ്ങളുണ്ടല്ലോ അതിങ്ങനെ കിട്ടണം. അപ്പൊ ഈ ബോളാഗോളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. നാട്ടിൻപുറത്ത്, പന്ത് കളി, അതേമാതിരി ലഹരിക്കെതിരെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഇമോഷന്, കോമഡിക്ക് കോമഡി എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു സിനിമയാണ് ഈ ബോളാഗോളം.
അപ്പൊ ഇദ്ദേഹത്തിന് പലപ്പോഴും ഈ ഇംഗ്ലീഷ് വാക്കുകൾ പറയുമ്പോൾ ഉണ്ടാവുന്ന ഈ മിസ്പ്രൊനൗൺസിയേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ട് ഫണ്ണാവുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നതാണോ? ഇതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ മനഃപൂർവ്വം ചെയ്യണം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോ സാഹചര്യം നാച്ചുറൽ ആണോ അത്? ഇപ്പൊ ഇതിന്റെ അനൗൺസ്മെന്റിൽ എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ തെറ്റുന്നില്ലേ? അത് അഭിനയാന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ കുറെ അത് റീഷൂട്ട് ചെയ്യണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, നമ്മളാണ് ചെയ്യുന്നത്. നമ്മൾ ഒരാൾ തിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടാക്കും എന്തും ഞങ്ങളെന്ന് കയ്യിൽ നിന്ന് പോയാലും അത് ആൾക്കാർക്ക് കോമഡി ആയിട്ട് തന്നെ വീണ്ടും വിഷ്ണുലോകം എന്തായാലും കോമഡി ആയിട്ട് എടുക്കുള്ളൂ. പോരാത്തിന് ഇംഗ്ലീഷ് ഒന്നും എനിക്ക് അത്ര വലിയ പൊടുത്തൊന്നുമില്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഒരു 4-5 വാക്കുകൾ എന്റെ കയ്യിലുണ്ട്. ഓരോ വീഡിയോക്ക് ഓരോ സാധനം പറയാൻ പറയും. എന്താ എന്താ അപ്പൊ ഞാൻ പറയാം, അപ്പൊ എന്താ പറയാ, ഗളിവേസ് സിപ്പുവാ സിറക്കിടുന്ന സൗത്ത് സി. ഗളിവറെ പാടത്തിലെ സാധനങ്ങൾ കട്ട് ചെയ്തിട്ടാ പറയുന്നത്. ഗളിവേസ് സിപ്പുവാ സിറക്കിടുന്ന സൗത്ത് സി. അതില് കേൾക്കുമ്പോ തന്നെ ഞാൻ എടുത്തിട്ടു എനിക്ക് പെട്ടെന്ന് മനസ്സിലായിരിക്കും അതിന്റെ ഭാഷയാണ്. ഇവൻ ഇതേപോലെ ഓരോന്ന് പറയും. അപ്പൊ ഞാൻ പറയും, അത് കടിച്ചാ പൊട്ടാത്തെ ആ പോയിസിനെ എന്നെ ചേർക്കണം. അല്ലെ, എന്റെ മനസ്സിൽ ഡിഡിന്റ് മീ എന്ന് പറഞ്ഞ പെട്ടെന്ന് ചെയ്യൂന്നാണ് എന്റെ മൈൻഡിൽ. കാരണം കനത്ത ഭാഷ അല്ലേ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ എന്ത് ചെയ്യാ മൈൻഡിൽ വെക്കുക. അപ്പൊ ആ ഓരോ സിറ്റുവേഷനിലും അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇപ്പത്തെ കാലഘട്ടത്തിൽ അവർ രസം. അല്ല ഷിക്കു, അപ്പൊ ഇനിയിപ്പോ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോ ഇപ്പൊ IT പ്രൊഫഷണലൊക്കെ ആയിട്ട് അഭിനയിക്കണം എന്നൊക്കെ വിചാരിക്കുക. ഇപ്പൊ ഒരു രൂപവും പ്രായമൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഒരു IT ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചാൽ ഇപ്പൊ കുറെ കൂടെ ഇംഗ്ലീഷ് ഇൻവോൾവ് ആവാൻ പ്രൊജക്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ പോർട്ടബിൾ ഡിസൈൻ അല്ലെങ്കിൽ എന്താ പറയാ കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ, ഇങ്ങനത്തെ വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി ശ്രമം നടത്തേണ്ടത്. ഞാൻ അവരോട് ചോദിക്കും, ഡയറക്ടറിനോട്, ഞാൻ കോമഡിയൻ ആണോ സീരിയസ് കഥാപാത്രമാണോ എന്ന് ചോദിക്കും. സീരിയസ് കഥാപാത്രമാണെന്ന് പറയുകയാണെങ്കിൽ ആ ഡയലോഗ് മൊത്തം മനപ്പാടാക്കും. ഞാൻ ആ ഇംഗ്ലീഷ് അങ്ങോട്ട് മനപ്പാടാക്കും. ഇനി അത് കൊമേഡിയൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനത്തിൽ തന്നെ ഉൾട്ടുണ്ടാക്കാൻ നോക്കും. ഈ ഇംഗ്ലീഷിൽ തന്നെ വരുന്ന കുറച്ച് മലയാളം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വെച്ചിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനപ്പോൾ തന്നെ ആലോചിക്കും, എൻ്റെ മൈൻഡിൽ ഒരു ഡയലോഗ് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം അങ്ങോട്ട് പെരുപ്പിക്കാൻ പറ്റുന്നതാണ് ഞാൻ മൈൻഡിൽ ആദ്യം ചിന്തിക്കുക. അത് വെച്ച് നോക്കുമ്പോൾ ഈ പടത്തിൽ അത്യാവശ്യം നല്ല കോമഡി സംഭവങ്ങളൊക്കെ വർക്കായിട്ട്. എനിക്ക് ഇതില് ഉണ്ണിയേട്ടന്റെ കൂടെയാണ് കോംബോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അത് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു സിനിമയിലെ സുഖമാണ്. കാരണം അതിൽ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ. ഞങ്ങള് ചെയ്യുന്ന സംഗതിക്കാണ് സ്ക്രിപ്റ്റ് ഇല്ലാത്തത്. അതുകൊണ്ട് എന്തായി ഞങ്ങൾക്ക് അതൊരു പ്രാക്ടീസ് ആണ്. ഏത് സിറ്റുവേഷൻ അവിടെ പോയിട്ട് സ്പോട്ടിൽ ചെയ്യുന്ന കണ്ടന്റാ എല്ലാം. എഴുത്തും കാര്യമൊന്നുമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട്, മാർക്കറ്റ്, ഇതൊക്കെ അവിടെ പോയി ചെന്നിട്ടാണ് ഞങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഇതിലെല്ലാത്തിലും കോയും കുഞ്ഞാപ്പും മാത്രം ആവാണ്ടിരിക്കാനാണ് ജനങ്ങൾക്ക് കഥാപാത്രങ്ങളെ ഞങ്ങൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ നമ്പൂരിശനായിട്ട് ഒരാള്, തിത്തുമ്മായിട്ട് ഒരു വയസ്സായ ക്യാരക്ടർ, സുണകനായിട്ട് കള്ളുകൂടിയന്റെ കോമഡി സാധനം, ബോംബെ ഹംസ എന്ന് പറഞ്ഞിട്ട് റൗഡി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ കൊമ്പങ്കാടുന്ന് ഉണ്ടായ പോലെ ഒരു ഇത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ബോറടിക്കരുത്, ആളുകൾക്ക് അതെ. കാരണം ഒരുപാട് നമ്മളെ വീഡിയോ ഇട്ടാ മില്യൺ ആവുന്നുണ്ട്. അപ്പൊ ജനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, കമന്റിലും വരും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി ഡെയിലി ചെയ്യണതല്ലേ. അപ്പൊ അതുകൊണ്ടാണ് കഥാപാത്രങ്ങൾ ഇങ്ങനെ മാറ്റിയത്. ഈ തിത്തുമാനെ കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കോയ അങ്ങോട്ടുള്ള അടിക്കുക, അടി ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് തിത്തുമാറിന കഥാപാത്രത്തിനെ കൊടുക്കുന്നത്. കാരണം കോയനെ തല്ലണം എന്നുണ്ടെങ്കിൽ കോയേക്കാളും വേറൊരാളായിരിക്കണം. അപ്പൊ ഉമ്മല്ലാതെ വേറൊരാളില്ല. കോയക്ക് വാപ്പാനിട്ടിട്ട് കാര്യമില്ല, പിന്നെ ഞാൻ തന്നെ ഡബിൾ ആയിട്ട് നിൽക്കണം. അപ്പൊ ഉമ്മായിട്ട് ഉമ്മാക്ക് തല്ലാലോ. അങ്ങനെയാണ് തിത്തുമാനെ കൊണ്ടുവരുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഇതിന്റെ ഒരു അനൗൺസ്മെന്റ് വീഡിയോയിൽ നിങ്ങൾ വന്നത് ബ്രസീലിന്റെ ജേഴ്സി ഇട്ടിട്ട് അർജന്റീനയുടെ ജേഴ്സി. നിങ്ങൾ പേഴ്സണലി ബ്രസീൽ ഫാൻ അർജന്റീന ഫാനാണോ? ഞാൻ അർജന്റീന ഫാനാണ്, ഇവനും അർജന്റീന ഫാനാണ്. അല്ല, അപ്പൊ നിങ്ങളെ ഇപ്പൊ ഈ ബ്രസീല് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വേൾഡ് കപ്പിൽ മറ്റേ 7-1 തോറ്റ പ്രമാദമായിട്ടുള്ള സെവനപ്പ്, ആ സമയത്ത് നിങ്ങള് മറ്റേ ബ്രസീലുകാരെ പോയിട്ട് കൊല്ലാക്കൊല്ല വിളിച്ചോ? നല്ലോണം. എന്താ ഓർമ്മ എന്ന് പറഞ്ഞത്? ഓർമ്മ എന്ന് പറഞ്ഞാല് ഞാൻ ഒരു 94 മുതല് കളി കാണാൻ തുടങ്ങിയ ഒരു മനുഷ്യനാണ് ഞാൻ. 94 മുതൽ കളി കാണാൻ തുടങ്ങിയ മനുഷ്യനാണ്. ചെറുപ്പത്തിലാണെങ്കിലും 90 മുതൽ കളി കാണാൻ തുടങ്ങിയ മനുഷ്യൻ. അത് അന്ന് മുതൽ അർജന്റീനക്ക് രക്ഷയില്ല. എപ്പോൾ നോക്കിയാലും ഞങ്ങൾക്ക് കരയാനേ യോഗമുള്ളൂ. കപ്പ് കൊണ്ടുപോകില്ല. എങ്ങനെയായാലും 1-2 2 ഇതിലൊക്കെ ഔട്ടാവും. പിന്നെ 98 നമുക്ക് പിന്നെ നമ്മൾ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി. നിങ്ങൾ ഏതോ കാലത്ത് കപ്പടിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് കപ്പടിച്ചതാണ് അങ്ങനെ വരും. നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് കപ്പെടുത്തതാണ്, കൈകൊണ്ട് അടിച്ചിട്ട് കപ്പെടുത്തതാണ്, കളിച്ച് നേടിയിട്ടില്ല. 86 കപ്പ് ഉണ്ടായതാണ്. നിങ്ങൾ ഇപ്പോഴൊന്നും കപ്പില്ലേ. മെസ്സിയൊക്കെ
ഇതിൽ മാത്രമേ ക്ലബിൽ മാത്രമേ കളിക്കുള്ളൂ, രാജ്യത്തിന് വേണ്ടിയിട്ട് കളിക്കലില്ല, അങ്ങനെയൊക്കെ പറയും. അതിനൊരു മറുപടിയാണ് വന്നത് 22-ല് ഖത്തർ. അതോട് കൂടിയിട്ട് നമ്മളെ അവിടുന്ന് ഒരു ചിരി തുടങ്ങി. പിന്നെ അവിടുന്ന് കിട്ടാൻ നമുക്ക് രക്ഷ തുടങ്ങിയത്. അത് വിടാതെ അതിന്റെ പിന്നിൽ തന്നെ ആയിരുന്നു. അർജന്റീന മാറിയിട്ടില്ല. ഈ ഫ്ലക്സ് അടിക്കാനൊക്കെ കൂടിയിട്ടുണ്ടോ കൂട്ടുകാരുടെ കൂടെ? ഫ്ലക്സ് അടിക്കാൻ കൂടിയിട്ടുണ്ടോ? ഫ്ലക്സ് അടിച്ച് കിട്ടണ വരെ അവിടെ നിന്നിട്ടുണ്ട്. അപ്പൊ ഈ മത്സരിക്കാം 2ാം സ്ഥാനത്തിന് വേണ്ടി അങ്ങനത്തെ മാസ് ഡയലോഗുകളൊക്കെ എഴുതുന്ന ഫ്ലക്സ് അതന്നെയാണോ? അതെ അതെ, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതൊക്കെ ഉണ്ടാക്കുക, അതിനുള്ള ഡയലോഗ് കണ്ടെത്തുക, അതിലുള്ള എന്തെങ്കിലും പാട്ടുകൾ ഉണ്ടെങ്കിൽ അതെടുത്ത് പൊക്കലായിരുന്നു മറ്റവരെ പണി. അങ്ങനെയായിരുന്നു ഓരോ ടീമും അങ്ങനെ തന്നെ, എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ്. എന്നാലും ഇപ്പൊ സിനിമയിലേക്കൊക്കെ വരുന്ന സമയത്തെ ഇപ്പൊ നിങ്ങൾ ഈ അസോസിയേറ്റ് ചെയ്യുന്ന സിനിമയ്ക്കൊക്കെ വലിയ സിനിമയായിരിക്കും. ഇപ്പൊ ബോളാക്കുളം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ വാഴ പോലെ അത്രയും വലിയ സ്കെയിലിൽ ഒരുങ്ങുന്ന സിനിമയല്ല. കമ്പാരിറ്റീവ്ലി അതിന്റെ ബഡ്ജറ്റ് ചെറുതാണ്. ചിലപ്പോൾ സിനിമയുടെ കണ്ടന്റ് ആണ് സംസാരിക്കുന്നത്, അതെനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇപ്പം നിങ്ങളുടെ ഒരു ഫോളോവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റീച്ച് എന്തിട്ടാലും മില്യണാവുന്ന അവസ്ഥ, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചേരേണ്ടത് കുറച്ചുകൂടി വലിയ ആളുകളുടെ ഒപ്പം അല്ലേ? അങ്ങനെ ഉപദേശിച്ചവരുണ്ടോ? ഉപദേശങ്ങൾ പലതും ആവാം. ആൾക്കാർക്ക് ചെറുത് കിട്ടിയാലും ഉള്ളത് വെച്ച് ഓണം പോലെ തൃപ്തിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുതിലൂടെയാണ് ഏതൊരു കലാകാരനും ഒരു ഉയരത്തിക്ക് എത്തുള്ളൂ. ഞാനിപ്പോ പണ്ടൊരു പെയിന്റിങ് പണിക്കാരനായിരുന്നു. മൂപ്പര് സെന്ററിങ് ആയിരുന്നു. അപ്പോ മൂപ്പര് ഈ യൂട്യൂബിലെത്തിയ ശേഷമാണ് ഇന്നെ വിളിച്ച്. അപ്പൊ മെല്ലെ മെല്ലെ എന്തായി, ജോലി ഒന്ന് ഇങ്ങനെ മാറ്റി പിടിക്കാൻ തുടങ്ങിയല്ലോ. അതേപോലെ തന്നെയാണ് സിനിമയിലെ അവസ്ഥകൾ. ഒറ്റയടിക്ക് നമുക്ക് വാശി പിടിച്ചിട്ട് മമ്മൂക്കാന്റെ ഒപ്പം തന്നെ കിട്ടിയാലേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും ആള്, അവിടെ ഇരിക്കും. പിന്നെ ഈ ബോളാഗോളത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് വന്നത്. അത് നമ്മളെ നാട്, നമ്മളെ ഭാഷ, നമ്മളെ സ്ലാങ്, അതൊക്കെ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമല്ല. ഞാൻ ഇവനോട് ഫസ്റ്റ് പറഞ്ഞതാണ്, ഇത് നമുക്ക് കളിക്കാൻ പറ്റും, കാരണം നമ്മളെ നാട്ടിലുള്ള സംഭവങ്ങളാണ്, നമുക്ക് പറ്റിയ കഥാപാത്രമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായതുകൊണ്ടാണ് ഞങ്ങൾ ബോളാഗോളം ഓക്കെ എന്ന് പറഞ്ഞത്. അത് അതിൻ്റെ ഡബിൾ മടങ്ങായിട്ട് ജൂനിയേഴ്സ് കപ്പ് നമുക്ക് തന്നും ചെയ്തു. അല്ല, ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് സന്തോഷിക്കാറുണ്ട്. എന്തായാലും പെരിന്തൽമണ്ണയിലത്തെ ഒരു 1,00,000 ആൾക്കാരെങ്കിലും ടിക്കറ്റ് എടുത്ത് പടം കാണാൻ വരും. അങ്ങനെയെങ്കിലും പടം വിജയം അങ്ങനെ ലോജിക്കലി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ആവാം. നമ്മളെ ഫോളോവേഴ്സിലെ ഒരു ടിക്കറ്റ് എടുത്തായി. അതെ, ഞങ്ങളെ വീഡിയോ കാണാൻ എല്ലാവരും കൂടെ പടം കാണാൻ അല്ല, ഞങ്ങളുടെ ആവശ്യം അതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെരിന്തൽമണ്ണയിൽ ഒതുങ്ങാതെ മലയാളികൾ എവിടൊക്കെ മലയാളികൾ ഉണ്ടോ അവിടൊക്കെ ഞങ്ങളെ വീഡിയോ എത്തിപ്പെടുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്കാരും ഈ പടം കാണണം, ഞങ്ങളെ രണ്ടാൾ എന്താന്നുള്ളത് ആ പടത്തിൽ ഇവർക്കും കൂടി കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവല്ലോ. അപ്പൊ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ അത് നിങ്ങളെല്ലാവരും കാണണമെന്നാണ് ഞങ്ങളൊരു അഭിപ്രായം. ഇപ്പൊ മെറ്റീരിയലിസ്റ്റിക്കലി, അതായത് ഇപ്പൊ പണത്തിന്റെ ഒരു അളവോ അല്ലെങ്കിൽ സൗകര്യങ്ങളുടെ ഒരു അളവോ അല്ലെങ്കിൽ ബ്രാൻഡിന്റെ ഒരു വലിപ്പമൊക്കെ വെച്ച് നോക്കുമ്പോൾ ലാലാ മലപ്പുറം എന്നുള്ള ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഷിക്കു എന്നുള്ള ബ്രാൻഡൊക്കെ അതിന്റെ ഏറ്റവും ഒരു അൾട്ടിമേറ്റ് അവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ മില്യൺ കണക്കിന് ഫോളോവേഴ്സ്, മില്യൺ റീച്ച്, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഒക്കെ എടുത്ത് ചെക്ക് ചെയ്താൽ എല്ലാ ദിവസവും ചിലപ്പോൾ 10-20 പ്രൊഡക്റ്റ് ഒക്കെ ഇങ്ങോട്ട് വന്ന് ചെയ്യുന്ന ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഏറ്റവും സന്തോഷമുള്ള സമയമാണ്, നല്ല സമൃദ്ധിയുള്ള സമയമാണ്, പീക്ക് ടൈം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു, അതായത് ദാരിദ്ര്യത്തിന്റെ അറ്റം, ആ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് പറയുകയാണെങ്കിൽ അതിനൊക്കെ അതാണ് നേരത്തെ പറഞ്ഞ സെൻട്രിങ്, പെയിന്റ് പൊടി. ആ സമയത്തെ ജീവിതത്തിന്റെ ഏറ്റവും ഒരു വിഷമമുള്ള ഘട്ടം എന്താ? ഞാൻ പറഞ്ഞുതരാം. ഇന്റെ ഒരു ഘട്ടം ഞാൻ പറഞ്ഞു. എനിക്ക് അഭിനയത്തിനോടാണല്ലോ ഇഷ്ടം. വീട്ടിലത്തെ സാഹചര്യം അനുസരിച്ചാണ് ഏതൊരു മക്കളും പണിക്ക് പോവുക. +2 കഴിഞ്ഞാലൊക്കെ ഞാൻ പോയിരുന്ന ടൈമിൽ ഞാൻ എകരത്ത് നിന്ന് വെയിലത്ത് നിന്ന് പ്രാർത്ഥിച്ച ഒരൊറ്റ പ്രാർത്ഥന ഉണ്ട്. എൻ്റെ കഴിവ് കണ്ടിട്ട് എങ്ങനെയും അതിന് പറ്റിയൊരു ജോലിക്ക് കിട്ടണേ തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച ഒരു ടൈമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എന്നെ മൂപ്പര് വിളിച്ചിട്ടുണ്ടായിരുന്നത്. വായോ ഇങ്ങനെ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അന്ന് ഹെൽമെറ്റോ ഒരു ബുള്ളറ്റ് പോയിട്ടൊരു സംഭവം കന്നഡ വായോ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓക്കെ റെഡി. ഞാൻ അതിന് മുന്നൊക്കെ വിളിക്കുമ്പോൾ പോവാറുണ്ട്, പക്ഷെ ഇത് ഇങ്ങനെ വൈറലായത് ഞാൻ അറിഞ്ഞിട്ടില്ല. എത്ര ഹൈറ്റിൽ എത്ര വെയിലത്ത് നിൽക്കണ്ടായിരുന്നു? അത് ഏകദേശം സ്കൂളിന്റെ പണിയായിരുന്നു, ഒരു സ്കൂളിന്റെ പണിയായിരുന്നു. അത് ഏറ്റവും ടോപ്പ്. അവിടെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാനാണോ? ഏറ്റവും മേലെന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അത് കേട്ടു തോന്നുന്നു. ഹൈറ്റ് അടുത്താണല്ലോ. അതെ. ഓക്കെ. അങ്ങനെ ഏറ്റവും ഇപ്പൊ ഉള്ള പണവും അല്ലെങ്കിൽ കാറും ഈ ബ്രാൻഡും ക്ലോത്ത്സും ഒന്നും അല്ലാത്തൊരു അവസ്ഥ ഒരു ലാലയം മലപ്പുറം ഉണ്ടാവില്ല, ഞങ്ങൾക്കൊന്നും അറിയാത്തത്. അതിന്റെ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു ദിവസം അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ? അതായത് ജോലി എടുത്താലേ കുടുംബം നോക്കാൻ പറ്റൂ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നുണ്ട്. ജോലിക്ക് പോകാൻ ഒരിക്കലും പറ്റൂല, കാരണം നമ്മളത് റിച്ച് അല്ലല്ലോ. നമ്മള് ലോ ക്ലാസ് വന്നാ.
അപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ അടുത്ത് പൈസ എത്തിപ്പെട്ടത്. അതുവരെ മാസാവസാനം ആകുമ്പോ വാടക പൈസ, നമ്മള് ഈ വീടിന്റെ വാടക, റെന്റ്, ഓരോ സാധനത്തിനുള്ള സാധനങ്ങൾ അടച്ചു കൊടുക്കുക, അങ്ങനത്തെ സാധാരണ ഒരു കൂലിപ്പണിക്കാരന്റെ അവസ്ഥ എന്താ അതന്നെയായിരുന്നു അതുവരെ. ഞങ്ങൾക്ക് റീല് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ കയ്യിൽ പൈസ വന്നത്, കാറ് വന്നത്, വീട് വന്നത്, എല്ലാ സൗകര്യങ്ങളും വന്നത്. ഷാരൂഖ് ഖാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് എപ്പോഴാണോ അദ്ദേഹത്തിന് ഒരു കടയിൽ പോയിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള 2 ഷർട്ട് വാങ്ങാൻ പറ്റുന്നത്, ഇഷ്ടപ്പെട്ട 2 ഷർട്ടും വാങ്ങാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ. നമ്മൾ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു പക്ഷെ മറ്റേത് വെച്ചാൽ പൈസ തികയില്ലാന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം മാത്രം എടുത്ത് പോയിട്ട് വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ. അദ്ദേഹം എപ്പോഴാണോ 2 ഷർട്ടും എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് അപ്പോഴാണ് ഞാൻ പണക്കാരനാണെന്ന് എനിക്ക് തോന്നിയെന്നുള്ള അവസ്ഥ. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് തോന്നിയൊരു മൊമെന്റ് എപ്പോഴും? നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ നമ്മുടെ അടുത്ത് പൈസ വന്നപ്പോൾ നമ്മൾക്ക് കൊതിച്ചിരുന്ന് പോയിട്ടുണ്ടാവൂലേ ഓരോരുത്തർ അവിടെ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മളെ പൈസ കൊടുത്ത് വാങ്ങി കഴിക്കാൻ നമ്മളെ കയ്യിലൊരു അവസരം വന്നു. അതായത് ഫുൾ മന്തിയൊക്കെ എന്തായാലും എന്തോ ആയിക്കോട്ടെ ആഗ്രഹിച്ചത് ആ സാധനം നമുക്ക് സ്പോട്ടിൽ വാങ്ങി കഴിക്കാൻ നമുക്ക് തോന്നിയില്ലേ, അപ്പോഴാണ് നമ്മൾ പണക്കാരായി നമുക്ക് തോന്നുന്നത്. സത്യം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് നമുക്ക് എവിടെന്നെങ്കിലും വാങ്ങി കഴിക്കാൻ തോന്നുന്ന സമയം. ഇപ്പോൾ മൂപ്പര് പറഞ്ഞത് 2 ഷർട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫുഡ് പറയണു. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മൾ വിചാരിച്ച നേരത്തൊന്നും പണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, ഒരിക്കലും. കാരണം ആ ഫുഡിന് പൈസ ചെലവാക്കി കഴിഞ്ഞാൽ ഇപ്പുറത്ത് പിന്നെ ചെലവാക്കാൻ വേറെ പൈസ ഇല്ല. അതാണ്. അപ്പോൾ മലയാള സിനിമയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ അത് മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ വലുപ്പം തിരിച്ചറിയേണ്ടതുണ്ട്. പടങ്ങള് കാര്യമായിട്ട് ഞങ്ങള് ഒരു പടം കണ്ടതില് ഞങ്ങൾക്ക് അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുന്ന ഒരു പടമുണ്ട്. അതേതാണ്? വാഴ. കാരണം എന്താ വെച്ചാൽ ഇതില് അച്ഛനും മോന്റെ സാധനങ്ങളാണല്ലോ വാഴയിൽ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ആയിട്ട് പോകുന്നത്. അതിന്റെ ഒരു വേഷം തന്തി മോനായിട്ട് ഞാനും മൂപ്പരാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് പോയിട്ടുണ്ട്. അപ്പൊ വാഴ 3 ഡെഫിനറ്റ്ലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് പെൺകുട്ടികളുടെ കഥയാണെന്ന് കഴിക്കുന്നത്. ഏതെങ്കിലും ഒരു ആൺകുട്ടിക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളെ കയറ്റാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ വീഡിയോ ബിബിന്ദാസ് കാണട്ടെ. ഞാൻ പറഞ്ഞ പോലെ മലയാള സിനിമയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ മലയാള സിനിമയ്ക്ക് കൂടി റീൽസിനൊപ്പം സമയം മാറ്റി വെക്കണമെന്ന് ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ, മലയാളിയുടെ ഒരു ശീലത്തിന്റെ ഭാഗം കൂടി ആയിരിക്കുന്നു നിങ്ങളുടെ റീൽസും അല്ലെങ്കിൽ കോയും കുഞ്ഞാപ്പും ഒക്കെ. അത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഞാൻ. നേരത്തെ ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. താങ്ക് യു.